Good morning, my dear students. Today we are going to learn the subject financial management, and today we are going to see the last chapter, that is dividend decisions. Okay, dividend decisions, that is the 7th chapter of financial management. Okay, by this our portions will come to an end. Okay, by this chapter our portions will come to an end. Okay, so what is dividend? എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് എന്താണ് ഡിവിഡൻഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ഡിവിഡൻഡ്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ആരെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് പകരമായിട്ട് അവർക്ക് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനിയിൽ അവർ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനിയിലെ ഷെയർ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കമ്പനി ഇൻ റിട്ടേൺ കൊടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരാരായി മാറി? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും അല്ലേ. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ അവർ കുറച്ച് ക്യാഷ് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സെർട്ടൈൻ എമൗണ്ട് ഇൻ റിട്ടേൺ അവർ എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ. കമ്പനിയിൽ നിന്ന് അവർ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യും. നമ്മൾ ഏതൊന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ സെർട്ടൈൻ എമൗണ്ട് റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ, അവരുടെ റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ കംപ്ലീറ്റ് പ്രോഫിറ്റും അവരെന്ത് ചെയ്യില്ല, കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യും എത്ര പോർഷൻ ഡിവിഡൻഡായിട്ട് ഇഷ്യൂ ചെയ്യണം, എത്ര പോർഷൻ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യണം എന്ന് അവർ ഡിസൈഡ് ചെയ്യും. ഓക്കെ, ആ എത്ര റീറ്റെയിൻ ചെയ്യണം, എത്ര ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആ ഡിസിഷനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് മാനേജ്മെൻറ്റ് വിൽ ഡിസൈഡ് 20% ടു റീറ്റെയിൻ ഇൻ ദ ബിസിനസ്, ബാക്കി 80% ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, സംടൈംസ് കമ്പനി 50-50 വിചാരിക്കും. 50% പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ബാക്കി 50% കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനും അവർ തീരുമാനിക്കും. ഓക്കെ, ചില കമ്പനീസ് എന്താ ചെയ്യുക, അവരുടെ മാർക്കറ്റ് വാല്യൂ കൂടാനായിട്ട് 100% പ്രോഫിറ്റ് എന്താണോ പ്രോഫിറ്റായിട്ട് അവർ ഏൺ ചെയ്തത് അത് കംപ്ലീറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പല മാനേജ്മെൻറ്റും പല ഡിസിഷൻസാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആ ഡിസിഷനെയാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ്. ആർക്ക് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് എടുക്കുന്നത്? ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ബിഹാഫ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അവർക്ക് കിട്ടിയ ഏർണിങ്സ് കൊണ്ട് അവരെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മാനേജ്മെൻറ്റാണ്. ഓക്കെ, സോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യും അല്ലേ. ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് പേ ചെയ്യും അല്ലേ. അപ്പോൾ ആ ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള എമൗണ്ടിൽ നിന്നാണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഡിവിഡൻഡ് എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് എന്തിനാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്? ഇത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു റിവാർഡാണ്. കാരണം അവരുടെ കമ്പനിയിൽ, നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെടുത്തൊരു ഡിസിഷനാണല്ലേ. നമ്മുടെ കമ്പനിയാണ് അവർ ചൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ അവരുടെ കയ്യിലുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കമ്പനിയാണ് അവർ ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റിവാർഡ് അല്ലെങ്കിൽ റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിൽ നിന്നാണ് കൊടുക്കുന്നത്? പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. സോ ഡിവിഡൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദ ക്യാഷ് ഡിവിഡൻറ്റ്. ക്യാഷ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ
കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കുന്നത് എന്ത് രൂപത്തിലായിരിക്കും? ക്യാഷിൻ്റെ രൂപത്തിലായിരിക്കും അവർക്ക് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. അതിനെയാണ് ക്യാഷ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഡിവിഡൻറ്റ് കൊടുക്കുന്നത് ഏത് രൂപത്തിലായിരിക്കും? ഇൻ ലിക്വിഡ് ക്യാഷായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഡിവിഡൻറ്റ് തന്നെ 2 ടൈപ്സ് ഓഫ് ക്യാഷ് ഡിവിഡൻറ്റ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ഈസ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻറ്റ്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിവിഡൻറ്റ് എപ്പോഴാണ് കൊടുക്കുന്നത്? എല്ലാ കൊല്ലവും അവസാനിക്കുന്ന ആ സമയത്ത് എൻഡ് ഓഫ് ദ ട്രേഡിംഗ് പീരീഡിൽ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഡിവിഡൻറ്റിനെയാണ് റെഗുലർ ഡിവിഡൻറ്റ്. അത് എല്ലാ കൊല്ലവും കൊടുക്കുന്നതായിരിക്കും. അതിനെയാണ് ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻറ്റാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻറ്റ്. ദെൻ അതിൽ വരുന്ന ക്യാഷ് ഡിവിഡൻറ്റിൽ വരുന്ന സെക്കൻഡ് പാർട്ടാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് റെഗുലർ ഡിവിഡൻറ്റ് അല്ലേ. ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ, ഇവിടെ 6 മന്ത്സ് കൂടുമ്പോഴായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇൻ മിഡിൽ എന്നുള്ളതാണ്. അപ്പോൾ ആ മിഡിലിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കൊടുക്കാവുന്നതാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലെ ആനുവൽ ജനറൽ മീറ്റിംഗ് അതേപോലെ എൻഡിലെ ആനുവൽ ജനറൽ മീറ്റിംഗ്, 2 ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഇൻറ്ററിം ഡിവിഡൻറ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ്, ദാറ്റ് ഈസ് ക്യാഷ് ഡിവിഡൻറ്റ്. ക്യാഷ് ഡിവിഡൻറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2, ദാറ്റ് ഈസ് റെഗുലർ ഡിവിഡൻറ്റ് ആൻഡ് ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ് ഈസ് സ്റ്റോക്ക് ഡിവിഡൻറ്റ്. ഇവിടെ കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ റിസർവ്സ് ഉണ്ടായിരിക്കും. ഓരോ മാസം റിസർവ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ കൊല്ലം അവർ റിസർവ്സ് പ്രോഫിറ്റിൽ നിന്ന് അവർ കുറച്ച് എമൗണ്ട് റിസർവ്സിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ആ റിസർവ്സ് അവരെന്ത് ചെയ്യും? ഓരോ ഷെയർ ഹോൾഡറിൻ്റെ പേരിൽ ഷെയർ ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ, ആ റിസർവ്സിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഷെയർ ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർസിനെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് അവിടെ ക്യാഷിൻ്റെ പോലെ ക്യാഷല്ല കൊടുക്കുന്നത്, പകരം കമ്പനിയുടെ ഷെയർസ് തന്നെയാണ് അവർക്ക് വീണ്ടും ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ പേരിലുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്താവും? കൂടും. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ദി സ്ക്രിപ്പ് ഡിവിഡൻറ്റ്. ഇവിടെ ക്യാഷ് കൊടുക്കാനായിട്ട് കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻ്റ് എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു പ്രോമിസറി നോട്ട് കൊടുക്കും. ട്രാൻസ്ഫറബിൾ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യും. അത് ഒരു ഷോർട്ടർ പീരീഡിനായിരിക്കും, വെച്ചാൽ ബിലോ 1 ഇയറിൻ്റെ ഉള്ളിൽ അവർ മെച്യൂരിറ്റി ഡേറ്റ് വെച്ചിട്ടായിരിക്കും അവരത് ഇഷ്യൂ ചെയ്യുന്നത്. അതിനെയാണ് സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് ക്യാഷ് ഇപ്പോൾ എടുക്കാനില്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ലിക്വിഡ് പൊസിഷൻ വീക്കാണ് എന്നുണ്ടെങ്കിലാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഈ സ്ക്രിപ്പ് ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാഷ് തരുന്നില്ല, പകരം ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് പറ്റി ആഫ്റ്റർ 2 മന്ത്സ് അല്ലെങ്കിൽ ആഫ്റ്റർ 3 മന്ത്സ് ക്യാഷ് തരാം എന്ന് പറയുന്ന ഒരു പ്രോമിസറി നോട്ട് തന്നെയാണ് ഡിവിഡൻറ്റ് ആഫ്റ്റർ 2 മന്ത്സ് അല്ലെങ്കിൽ ആഫ്റ്റർ 3 മന്ത്സ് ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് അത് കിട്ടുമ്പോൾ ഒരു ധൈര്യമാണ് അല്ലേ, അവർക്കതൊരു പ്രോമിസ് ചെയ്യണം, കമ്പനി ഒരു പ്രോമിസ് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സിന് ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആഫ്റ്റർ സ്പെസിഫിക് ഡേ വി വിൽ പേ യു ദ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യുന്ന ഒരു നോട്ടിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോഴൊന്നും ആരും ഈ കമ്പനീസൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല,
സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് ഒന്നും തന്നെ ഇഷ്യൂ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബോണ്ട് ഡിവിഡൻറ്റ്. ഫോർത്ത് ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ് ഈസ് ബോണ്ട് ഡിവിഡൻറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്താ ഇൻ ദ ഫോംസ് ഓഫ് ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് ഇവിടെ ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എ ലോങ് ടൈം പീരീഡിന് ഇൻട്രസ്റ്റ്, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഒരു ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് അവർക്ക് ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ ക്യാഷ് ഡിവിഡൻറ്റ് കൊടുക്കാനായിട്ട് ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരിവിടെ എന്താ ചെയ്യുന്നത്, ബോണ്ട്സാണ് അവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് പ്രോപ്പർട്ടി ഡിവിഡൻറ്റ്. ഇവിടെ ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലാണ്, വല്ല അസറ്റ്സ് കൊടുത്തിട്ടായിരിക്കും. ക്യാഷിൻ്റെ പകരം വല്ല എന്തെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്സഡ് അസറ്റ്സ് അവരുടെ പേരിൽ കൊടുത്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടായിരിക്കും അവർ ഡിവിഡൻറ്റ് കൊടുത്തു എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ 5 ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റ്: ക്യാഷ് ഡിവിഡൻറ്റ്, സ്റ്റോക്ക് ഡിവിഡൻറ്റ്, സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ്, ബോണ്ട് ഡിവിഡൻറ്റ് ആൻഡ് പ്രോപ്പർട്ടി ഡിവിഡൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ പ്രൊസീജിയർ ഓർ മെക്കാനിക്സ് ഓഫ് ഡിവിഡൻറ്റ് പേയ്മെൻറ്റ്. എങ്ങനെയാണ് ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടക്കുന്നത്? ഓക്കെ, സാധാരണ കമ്പനീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വർഷത്തിലാണ് ഡിവിഡൻറ്റ് പേ ചെയ്യുന്നത്. അവിടെ വർഷത്തിൽ കൊടുക്കണം അങ്ങനെയൊന്നും യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫേമിൻ്റെ ബാധ്യതയാണ്. ആ ഡിവിഡൻറ്റ് കൊടുത്തിരിക്കണം എന്നുള്ളത് ഫേമിൻ്റെ ബാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് കമ്പനി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് ദ ഡിക്ലറേഷൻ ഡേറ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യുക വെച്ചാൽ ഡിക്ലറേഷൻ ഡേറ്റ് ആണ്. ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് എത്ര ഡിവിഡൻറ്റ് കൊടുക്കണം എന്ന് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇവിടെയാണ് റെഗുലർ ഡിവിഡൻ്റ് ആണോ ഇൻ്ററിം ഡിവിഡൻ്റ് ആണോ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എമൗണ്ട്. എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് കൂടെ അവർ തീരുമാനിക്കും. ഡിവിഡൻ്റായിട്ട് ഇത്ര എമൗണ്ടാണ് ഞങ്ങൾ തരുന്നത് എന്നുള്ള എമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ ഇസ് ദ ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് വെച്ചാൽ ആ ഡേറ്റിലാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കൊക്കെ ഡിവിഡൻറ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ആരുടെ പേരൊക്കെയാണോ ആ രജിസ്റ്ററിലുള്ളത് അവർക്കൊക്കെ ആ ഡിവിഡൻറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. ഇനി അടുത്തതാണ് എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ്. ഇവിടെ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവിഡൻറ്റ് ഇല്ലാതെയാണ് ഇവരുടെ ഷെയർ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ്. എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കും. പക്ഷേ ഈ ഡേറ്റിന് ശേഷം മേടിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കില്ല, ആ ഇയർ ഡിവിഡൻറ്റ് കൊടുക്കുന്നതായിരിക്കില്ല. ഓക്കെ, സാധാരണ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റിൻ്റെ 2 ദിവസം മുൻപ്. ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിലാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റിൻ്റെ 2 ദിവസം മുൻപ് ആരുടെയൊക്കെ പേരാണോ രജിസ്റ്ററിലുള്ളത് അവർക്കൊക്കെയാണ് എന്ത് കിട്ടുന്നത്, ഡിവിഡൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റിൽ ആരൊക്കെ ഷെയർ വാങ്ങി അവർക്കൊന്നും തന്നെ ആ കൊല്ലം ഡിവിഡൻറ്റ് കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, എക്സ് ഡിവിഡൻറ്റ് ഡേറ്റിൻ്റെ അന്ന് വാങ്ങിയാലും അതിന് ശേഷം വാങ്ങിയാലും അവർക്കൊന്നും എന്ത് കിട്ടില്ല, ഡിവിഡൻറ്റ് കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പേയ്മെൻറ്റ് ഡേറ്റ്. പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിലായിരിക്കും ചെക്ക് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് വാറൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റിനെയാണ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ദ declaration date, then amount, then holder of record date, ex dividend date and payment date. Okay.
ദ നെക്സ്റ്റ് ഈസ് ഡിവിഡൻഡ് പോളിസി. എന്താണ് ഡിവിഡൻഡ് പോളിസി? ഡിവിഡൻഡ് പോളിസി എന്ന് വെച്ചാൽ എത്ര പ്രോഫിറ്റിൻ്റെ എത്ര ഭാഗം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്ര ഭാഗം പ്രോഫിറ്റിൽ തന്നെ അല്ല എത്ര ഭാഗം കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻ അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ഏർണിങ്സ് നമുക്ക് കിട്ടിയ ഏർണിങ്സിനെ അലോക്കേറ്റ് ചെയ്യണം. കുറച്ച് ഭാഗം നമ്മൾ റിസർവ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, കുറച്ച് ഭാഗം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കണം ഡിവിഡൻറ്റായിട്ട് അല്ലേ. അപ്പോൾ ഈ ഡിസിഷൻ ഇതിനെയാണ് പറയുന്നത് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇവിടെ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ പോളിസിയാണ് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അലോക്കേഷൻ ഓഫ് ഏർണിങ്സിനെയാണത് അലോക്കേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനെയാണ് അത് അലോക്കേറ്റ് ചെയ്യുന്നത്. എത്ര റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിവിഡൻഡായിട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന പോളിസിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഡിവിഡൻഡായിട്ട് മാറും, പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് പ്രോഫിറ്റ് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്ന പോളിസിക്ക് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. ഡിവിഡൻഡ് നന്നായിട്ട് കൊടുക്കുന്ന ഒരു കമ്പനിക്കാണ് കമ്പനിയുടെ ഷെയർ വാല്യൂ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവരുടെ മാർക്കറ്റ് വാല്യൂ കൂടും. മാർക്കറ്റ് വാല്യൂ കൂടുമ്പോൾ തന്നെ അവരുടെ ഷെയർ വാല്യൂ കൂടും, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടായിരിക്കും ആ കമ്പനിക്ക്. അതുകൊണ്ട് തന്നെ ഫണ്ട് റേസ് ചെയ്യാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. അതെങ്ങനെ ഫണ്ട് റേസ് ചെയ്യണം, ഫിനാൻസ് ഡിസിഷൻസൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡിവിഡൻഡ് പോളിസീനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതേപോലെ ഗ്രോത്ത് റേറ്റ്, ആ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, ഇതൊക്കെ ഡിവിഡൻഡ് പോളിസീനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് അല്ലേ. മാർക്കറ്റ് വാല്യൂ കൂടുമ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂടുന്നത്. അതല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഡിമ്മായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം എപ്പോഴും ഹയർ ദ ഡിവിഡൻഡ് റേറ്റ് ഓഫ് ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഹയർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രൈസ് ഓഫ് ഷെയർസ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഓക്കെ, കാരണം ആ കമ്പനിയിലെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് നല്ല പേരായിരിക്കും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഷെയർ വാല്യൂ കൂടും. ഓക്കെ, ഇഫ് ഡിവിഡൻഡ് പോളിസി ഇസ് വെരി ലോ, വളരെ കുറവാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആ ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു കമ്പനി ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് വളരെ കുറച്ച് എമൗണ്ടാണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് എന്താവുക ചെയ്യുക? ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഷെയറിൻ്റെ വാല്യൂ പെട്ടെന്ന് കൂടും. ഓക്കെ, അതേസമയം തന്നെ കമ്പനി ലോ ഡിവിഡൻഡാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതേപോലെ ഒരുപാട് നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടും റിസർവ്സ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്തായിരിക്കും? താഴ്ത്തു പോവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് ഡിവിഡൻഡ് പോളിസി ആയിരിക്കണം ഏതൊരു കമ്പനിയും നിലവിൽ എടുക്കേണ്ടത്. ഓക്കെ, എന്താണ് സൗണ്ട് ഡിവിഡൻഡ് പോളിസി? സൗണ്ട് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, മാക്സിമം വെൽത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ സഫിഷ്യൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് ലിക്വിഡ് ക്യാഷ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനെയാണ് സൗണ്ട് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് ഡിവിഡൻഡ് പോളിസി ആണ് എന്നുണ്ടെങ്കിൽ മെയിൻ 2 ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത് അവർ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി. എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദ സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിങ്സ്. ഇപ്പോൾ ഏർണിങ്സ്
റെഗുലറാണ് അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് എല്ലാ കൊല്ലവും നമുക്ക് ഒരൊറ്റ എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഹൈ റേറ്റ് ഓഫ് എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് ഏൺ ചെയ്യാനായിട്ട് എല്ലാ കൊല്ലവും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാം? ഡിവിഡൻറ്റ്, നല്ല ഹൈ ഡിവിഡൻറ്റ് തന്നെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, കമ്പനി വളരെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഡിവിഡൻറ്റ് തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ്. ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ് ഇപ്പോൾ ഒരുപാട് ഹൈ എമൗണ്ട് അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ കമ്പനിക്ക് ക്യാഷ് ഡിവിഡൻറ്റ് അവരെന്ത് ചെയ്യില്ല, കൊടുക്കില്ല. ബിക്കോസ് എന്താ, ഇനി ക്യാഷ് ബാലൻസ് ഇല്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് അവരെന്ത് ചെയ്യില്ല, ക്യാഷ് ഡിവിഡൻറ്റ് അവർ കൊടുക്കില്ല. ഓക്കെ, പകരം അവരെന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്യും. ലിക്വിഡ് ക്യാഷിൻ്റെ ആവശ്യം അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്തൊരു എക്സ്പാൻഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യില്ല. പകരം ആ സർട്ടൈൻ എമൗണ്ട് ഒരു കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കോളേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. ഓക്കെ, മാനേജ്മെൻറ്റ് എപ്പോഴും ആ ഡിവിഡൻഡ് പോളിസി എടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ് എടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടാണ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് റീറ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റിറ്റൻഷനായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, then next is attitude of management towards control. Attitude of management towards control. Okay, എപ്പോഴും കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്തോറും നമ്മുടെ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടും അല്ലേ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്കത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോഴുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞത് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ റിയൽ ഓണേഴ്സ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരുപാട് ഓണേഴ്സ് ഉണ്ടായാൽ നമുക്ക് ആ കമ്പനി ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, കൂടുതലും എക്സ്റ്റേണൽ സോഴ്സസിനെ അവർ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. പകരം അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എപ്പോഴും ഫണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫണ്ട് വേണം എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യും, കൂടുതലും കമ്പനിയിൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഫണ്ട് ആവശ്യം ഉണ്ടാകുമ്പോഴാണല്ലോ, നമ്മൾക്ക് ഹ്യൂജ് എമൗണ്ട് ആവശ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് അവരെന്ത് ചെയ്യും, കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റിൻ്റെ കൂടുതൽ എമൗണ്ടും അവരെന്ത് ചെയ്യും, കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് വളരെ ലോ ഡിവിഡൻ്റ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ദി പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്സ്. എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ പാസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ എങ്ങനെയായിരുന്നു ഡിവിഡൻഡ് കൊടുത്തിരുന്നത് എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് എത്രമാത്രം ഡിവിഡൻറ്റാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തിരുന്നത് അതിനേക്കാളും താഴെ പോവാതെ ആ ഒരു മിനിമം ലെവലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഡിവിഡൻറ്റ് പോളിസീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, പാസ്റ്റ്ലി എത്ര ഡിവിഡൻറ്റാണ് കൊടുത്തിരുന്നത് എന്നുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദ എബിലിറ്റി ടു ബോറോ. ഇപ്പോൾ ഒരുപാട് ഹൈ കമ്പനീസാണ് അല്ലെങ്കിൽ ലാർജ് കമ്പനീസാണ് അല്ലെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എല്ലാവരും വില്ലിങ് ആവും. കാരണം എന്താണ്, അത് എന്തായാലും തിരിച്ച് കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ ആർക്കും ഒരു മടി ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു സ്മോൾ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവർ
ഫണ്ടിന് വേണ്ടിയിട്ട് ഒരുപാട് അലയേണ്ടതായിട്ട് വരും. കാരണം എന്താണ്, അതൊരു ഗ്രോയിങ് കമ്പനിയാണ്, കംപ്ലീറ്റ് ഗ്രോത്ത് എത്താത്തൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്ത് എല്ലാവരും ഒരു സംശയാസ്പദമായിട്ടുള്ളൊരു ആംഗിളിലൂടെ ആയിരിക്കും നോക്കി കാണുന്നത് അല്ലേ. അതുകൊണ്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ഫണ്ട് നമുക്ക് കിട്ടാനായിട്ട് വളരെയധികം ഈസിയാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഹൈ ഡിവിഡൻഡ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഫണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ കമ്പനീസ് എന്താ ചെയ്യുക, ലോ ഡിവിഡൻഡാണ് ഇഷ്യൂ ചെയ്യുള്ളൂ. അവർ കൂടുതലും എന്താ ചെയ്യുക, പ്രോഫിറ്റ് കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എബിലിറ്റി ടു ബോറോ. നമ്മുടെ ബോറോ ചെയ്യുമ്പോൾ നമുക്കത് എല്ലാവരും നമുക്ക് ബോറോ ചെയ്യാൻ നമ്മൾ ഏബിൾ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഹൈ ഡിവിഡൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് നീഡ് ടു റീപേ ദ ഡെറ്റ്. ഇപ്പോൾ ഒരുപാട് ഹ്യൂജ് ഡെറ്റ് ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, ആ ഡെറ്റൊക്കെ ക്ലിയർ ആക്കണം അല്ലേ. നമുക്ക് എത്ര കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ നമ്മൾ പേ ഓഫ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഓരോ വർഷവും കുറച്ച് എമൗണ്ട് ഇതിനായിട്ട് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ എമൗണ്ട് അവർ റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. റേറ്റ് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അത് ഹ്യൂജ് ഡെറ്റുള്ള കമ്പനീസ് റീറ്റെയിൻ ചെയ്യണം കൂടുതലും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കമ്പനിയുടെ പുറത്തുനിന്ന് എന്തെല്ലാം ഫാക്ടേഴ്സ് നമ്മുടെ ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ ട്രേഡ് സൈക്കിൾ. ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ സംടൈംസ് ഇൻഫ്ലേഷൻ വരും അല്ലേ, സംടൈംസ് എന്തായിരിക്കും, ഡിഫ്ലേഷൻ ആയിരിക്കും വരുന്നത്, സംടൈംസ് ബൂം പീരീഡ് ആയിരിക്കും, സംടൈംസ് റിസഷൻ ആയിരിക്കും. ഇപ്പോൾ ഡിഫറെൻറ്റ് ട്രേഡ് സൈക്കിൾ നമുക്ക് വരും അല്ലേ. ഇപ്പോൾ ഇൻഫ്ലേഷൻ ടൈമിലാണ് എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഹൈ റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ കമ്പനിക്ക് എന്താണ്, കൂടുതൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ലോവർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഫാക്ടറാണ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ഫോളോ ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് റിഗാർഡ് ടു ദ ഡിവിഡൻഡ്. ഓക്കെ, എന്തൊക്കെയാണ് ലീഗൽ റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ചാൽ ഡിവിഡൻഡ് പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ് കൊടുക്കാനായിട്ട് പാടുള്ളൂ, ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കാനായിട്ട് പാടില്ല. ഇനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ പാസ്റ്റ് ഇയേഴ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് കൊടുക്കാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അറ്റ്ലീസ്റ്റ് 10% പ്രോഫിറ്റ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം, റിസർവ്സിലോട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കണം. ഇനി ഡിവിഡൻഡ് എന്തായിരിക്കണം, ക്യാഷിലാണ് പേ ചെയ്യേണ്ടത്. ബട്ട് ദേ ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർസ്. അവർക്ക് എന്ത് ചെയ്യാം, റിസർവ്സ് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കണം ഒരു ഡിവിഡൻഡ് പോളിസി ഫ്രെയിം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ദി കോർപ്പറേറ്റ് ടാക്സ് ഡിവിഡൻഡിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, കാരണം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ടാക്സ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് ഡിവിഡൻഡായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ. അപ്പം ടാക്സ് റേറ്റ് കൂടിയാൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയും അല്ലേ. ടാക്സ് റേറ്റ് കൂടിയാൽ ഹൈ ടാക്സ് നമ്മൾ പേ ചെയ്യണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് ഹൈ ടാക്സ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഡിവിഡൻഡായിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്ന എമൗണ്ട് കുറയും. ഓക്കെ, ടാക്സ് റേറ്റ് കുറഞ്ഞാൽ ഡിവിഡൻഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് കൂടും അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി. ഓക്കെ, നമ്മുടെ എക്കണോമി അൺസർട്ടൈൻ ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അൺസർട്ടൈനിറ്റീസ് ഫേസ് ചെയ്യാനായിട്ട് എപ്പോഴും സർട്ടൈൻ എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കും അല്ലേ. അങ്ങനത്തെ അൺസർട്ടൈൻ എക്കണോമി ആണ് എന്നുണ്ടെങ്കിൽ ലോ ഡിവിഡൻറ്റാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. കൂടുതൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ദ കണ്ടീഷൻസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ,
അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് എന്നുണ്ടെങ്കിൽ, ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. മറിച്ച് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ വളരെയധികം ടഫാണ് അല്ലെങ്കിൽ ഡിഫിക്കൾട്ടാണ് എന്നുണ്ടെങ്കിൽ വളരെ ലോ ഡിവിഡൻ്റ് ആയിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പകരം ഹ്യൂജ് എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൻ്റെ 3/4 നമ്മൾ എന്തായിരിക്കും റീറ്റെയിൻ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദ ഗവൺമെൻറ് പോളിസി. ഇവിടെ കമ്പനിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഇവിടെ ഏർണിംഗ് കപ്പാസിറ്റി, ഫിസ്ക്കൽ, അതേപോലെ ഇൻഡസ്ട്രിയൽ ലേബർ കൺട്രോൾ, ഇതിനെല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് കമ്പനിയുടെ ഗവൺമെൻറ് പോളിസീസ് അല്ല കമ്പനിയുടെ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത് അല്ലേ. ഗവൺമെൻറ് പോളിസീസ് കമ്പനിയുടെ എല്ലാ ഡിസിഷനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയും ഗവൺമെൻറ് പോളിസീനെ ബേസ് ചെയ്തിട്ട് അത് ഓരോ വർഷവും മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് പോളിസീനെ ബേസ് ചെയ്തിട്ടാണ് ഡിവിഡൻഡ് പോളിസിയും ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, so these are the external factors which affecting the dividend policy. The next is the different types of dividend policy. Different types of dividend policies ഉണ്ട്. അതിൽ first one is the stable dividend policy. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിവിഡൻറ്റ്, റെഗുലറായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിനെയാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഏർണിങ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവരെന്ത് ചെയ്യും, സ്റ്റേബിളായിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓരോ വർഷവും നമ്മൾ ഏർണിങ്സ് കൂടുക കുറയുകയോ ചെയ്താൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ സ്റ്റേബിൾ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നതാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി തന്നെ 3 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ദ കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് എമൗണ്ടാണ് നമ്മൾ ഡിവിഡൻറ്റായിട്ട് പേ ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് കുറഞ്ഞാലും കൂടിയാലും ആ ഫിക്സഡ് എമൗണ്ട് എല്ലാ വർഷവും ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് ദ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഡിവിഡൻറ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണോ പ്രോഫിറ്റ് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവർക്ക് ഡിവിഡൻറ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്ത വർഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല, ഡിവിഡൻറ്റ് കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് ദ കോൺസ്റ്റൻറ്റ് ഡിവിഡൻറ്റ് പെർ ഷെയർ പ്ലസ് എക്സ്ട്രാ ഡിവിഡൻറ്റ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് മിനിമം റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. പ്ലസ് കൂടുതൽ പ്രോഫിറ്റ് ഏതെങ്കിലും വർഷത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ, ആ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജും കൂടെ എക്സ്ട്രാ ഡിവിഡൻറ്റായിട്ട് ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻറ്റ് പോളിസി. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ഡിവിഡൻറ്റ് ഇവർക്കിവിടെ പേ ചെയ്യുന്നതായിരിക്കും ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന വർഷങ്ങളിൽ അവർക്ക് എക്സ്ട്രാ ഡിവിഡൻറ്റ് അതിൻ്റെ കൂടെ അവർക്ക് പേ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇത്ര റുപ്പീസ് ഡിവിഡൻറ്റ് എന്നായിരിക്കും അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇത്ര റുപ്പി ഡിവിഡൻറ്റ്, ഒരു ഷെയർ മേൽ ഇത്ര റുപ്പി ഡിവിഡൻറ്റ് എന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്ര റുപ്പി ഡിവിഡൻറ്റ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഡിവിഡൻറ്റും അവർക്ക് പേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻറ്റ് പോളിസി. റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത് ഇവിടെ ഷെയർസ് ആയിരിക്കും ഈ ഡിവിഡൻറ്റിൻ്റെ പകരം ഇഷ്യൂ ചെയ്യുന്നത്. ക്യാഷിൻ്റെ പകരം അവർക്ക് സ്റ്റോക്കായിരിക്കും കൊടുക്കുന്നത്. അത് ലിക്വിഡ് ക്യാഷ് ഇല്ലാത്തപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഇസ് ദ സ്റ്റോക്ക് ഡിവിഡൻറ്റ്, റെഗുലർ ഡിവിഡൻറ്റ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ സാധാരണ ഡിവിഡൻറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ റെഗുലർ ഡിവിഡൻറ്റ് ക്യാഷായിട്ടും അതിൻ്റെ കൂടെ ഷെയർസായിട്ടും കൊടുക്കുന്നതിനെയാണ് റെഗുലർ ഡിവിഡൻറ്റ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഇസ് ദ ഇറഗുലർ ഡിവിഡൻറ്റ് പോളിസി. ഇറഗുലർ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. എന്ന് വെച്ചാൽ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് എപ്പോഴാണ്, ഹൈ പ്രോഫിറ്റ് ഉള്ള സമയത്ത് മാത്രമേ കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് വളരെ ലോ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഇസ് ദ ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഒപ്റ്റിമം പേ ഔട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ ഈ ഗ്രാഫിൽ നോക്കുക, ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും തന്നിട്ടുണ്ട് അല്ലേ. ഹൊറിസോണ്ടൽ ആക്സിസിൽ പേ ഔട്ട് റേഷ്യോ കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ പേ ഔട്ട് റേഷ്യോ, വൈ ആക്സിസിൽ എന്താണ് വാല്യൂ ഓഫ് ദ ഫേം ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഒരു ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ കണ്ടുല്ലോ. എ എന്ന് പറയുന്ന ലൈൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇറലവൻറ്റ്, ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻറ്റ്. ഇറലവൻറ്റ് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ വാല്യൂ ഒരിക്കലും ഡിവിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല ഫേമിൻ്റെ വാല്യൂ. ഓക്കെ, ഡിവിഡൻറ്റ് പേ ഔട്ട് കണ്ട എത്ര കൂടിയാലും ഫേമിൻ്റെ വാല്യൂ എ തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഡിവിഡൻറ്റ് എത്ര കൂടിയാലും കുറഞ്ഞാലും ഫേമിൻ്റെ വാല്യൂ എ ഇറ്റ് സെൽഫാണ്. അതാണ് ഡിവിഡൻറ്റ് പോളിസീസ് ഇറലവൻറ്റ് ടു ദ വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ, അടുത്ത കേസ് ഒക്കെ CDE എന്ന് പറയുന്നത് നോക്കി. ഇവിടെ ഡിവിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വാല്യൂ കൂടുന്നത്. ഓക്കെ, ഡിവിഡൻറ്റ് C ആവുമ്പോൾ വാല്യൂ കണ്ടില്ലേ, ഡിവിഡൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ C, പിന്നെ കൂടി D ആയി, പിന്നെ ഡിവിഡൻറ്റ് കുറഞ്ഞപ്പോൾ E ആയി. അപ്പോൾ ഡിവിഡൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ വാല്യൂ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവിഡൻറ്റ് പോളിസി ഇവിടെ റെലവൻ്റ് ആണ്. വാല്യൂ ഓഫ് ദ ഫേം ഡിവിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒപ്റ്റിമം പേ ഔട്ട് എന്ന് പറയുന്നത് ഫേമിൻ്റെ വാല്യൂ മാക്സിമം ഏത് പോയിന്റിലാണോ ആ പോയിന്റിനെയാണ് ഒപ്റ്റിമം പേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒപ്റ്റിമം പേ ഔട്ട് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ്? അറ്റ് ദ പോയിന്റ് ഡി എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ ഫേമിൻ്റെ വാല്യൂ മാക്സിമം. സോ ഇതിനെയാണ് ഒപ്റ്റിമം പേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഡിവിഡൻഡായിട്ട് എന്നുള്ളതിനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം പ്രോഫിറ്റിനെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് റിറ്റൻഷൻ റേഷ്യോ, ഒന്ന് പേ ഔട്ട് റേഷ്യോ. എത്ര റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിവിഡൻഡായിട്ട് ഇഷ്യൂ ചെയ്യണം, അതാണ് പേ ഔട്ട് റേഷ്യോ പ്ലസ് റിറ്റൻഷൻ റേഷ്യോ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റിനെ പകുതിയായിട്ടാണ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് പേ ഔട്ട് റേഷ്യോ, ഒന്ന് റിറ്റൻഷൻ റേഷ്യോ. ഓക്കെ, ഇനി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിൽ എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് പ്ലസ് ഏർണിംഗ് പെർ ഷെയർ, അതിനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് ഏർണിംഗ് പെർ ഷെയർ, അതിനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. റിറ്റൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? EPS, ഏർണിംഗ് പെർ ഷെയർ മൈനസ് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ, അതിനെയാണ് റിറ്റൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഏർണിംഗ് പെർ ഷെയർ മൈനസ് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ് പെർ ഷെയർ. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, അതിനെയാണ് റിറ്റൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേ ഔട്ട് റേഷ്യോ പ്ലസ് റിറ്റൻഷൻ റേഷ്യോ ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.